പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു സയൻസിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന ടോപ്പിക് മൂന്നാമത്തെ ചാപ്റ്ററിലാണ് ഉൾപ്പെടുന്നത്. ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷന്റെ നേച്ചർ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസിൽ ഉൾപ്പെടുന്ന കെമിസ്ട്രിയുടെ ഒരു മൂന്നാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന്റെ ഒരു നേച്ചറും പഠിച്ചു. നമുക്ക് ആദ്യം ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് നോക്കാം. Electrochemical cell is a device that generates electrical energy from chemical reaction, or it converts electrical energy into chemical reaction. ഒന്നി ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ റിയാക്ഷനോട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കാം. അങ്ങനെ ഇലക്ട്രോ കെമിക്കൽ സെൽ രണ്ട് രൂപത്തിലാണ് ജനറേറ്റ് ചെയ്യുന്നത് എനർജി. ഒന്ന്, ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ കെമിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. പലപ്പോഴും ഇത്തരം ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ റെഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. റെഡോക്സ് റിയാക്ഷൻ മീൻസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. റിഡക്ഷനും ഓക്സിഡേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനെ പൊതുവെ റെഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. These devices are capable of converting chemical energy into electrical energy and vice versa. ഒന്നീ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ടോ ഇത്തരം ഡിവൈസുകൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നു. A common example of electrochemical cell is a standard dry cell. പൊതുവെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലുകളെ നമ്മൾ ഡ്രൈ സെൽ എന്ന് വിളിക്കുന്നു. ഇത്തരം ഡ്രൈ സെല്ലിന്റെ ഒരു വോൾട്ട് എന്ന് പറയുന്നത്, ചാർജ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലുള്ള റിമോട്ട് കൺട്രോൾസ്, അതുപോലെ തന്നെ ക്ലോക്ക്, കാൽക്കുലേറ്റർ പോലെയുള്ള ഡിവൈസുകൾ, വാച്ച് പോലെയുള്ള ഡിവൈസുകളിലും ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് യൂസ് ചെയ്യുന്നത്. ചില സെല്ലുകളെ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നു. ചില സെല്ലുകൾ അതിന്റെ ലൈഫ് ടൈം കഴിഞ്ഞാൽ നമ്മൾ ത്രോ ചെയ്യുന്നു, നമ്മൾ ഉപേക്ഷിക്കുന്നു. വീണ്ടും നമ്മൾ പുതിയ ബാറ്ററി മേടിച്ച് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ഓർ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഏതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നോക്കിയാൽ അതിലെ രണ്ട് ഹാഫ് സെല്ലാണ് ഉള്ളത്. ഒന്ന് ആനോഡും രണ്ട് കാഥോഡും. ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു, കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. So an electrochemical cell consists of both anode and cathode. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ ആനോഡും ഉൾപ്പെടുന്നു, കാഥോഡും ഉൾപ്പെടുന്നു. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോകെമിക്കൽ സെല്ലുകളെ നമ്മൾ ഡ്രൈ സെൽ എന്ന് വിളിക്കും. അത്തരം ഡ്രൈ സെല്ലുകൾ എന്ന് പറയുന്നത് പ്രൈമറി സെല്ലുകൾ എന്ന് വിളിക്കുന്നു. കാരണം അത്തരം സെല്ലുകളെ നമുക്ക് റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിനൊരു ലൈഫ് ടൈം കഴിഞ്ഞാൽ നമ്മൾ അത് ഉപേക്ഷിക്കുന്നു, പുതിയൊരു ബാറ്ററി നമ്മൾ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്നു. അത്തരം സെല്ലുകളെ നമ്മൾ പ്രൈമറി സെൽ എന്ന് വിളിക്കുന്നു. സോ ഇലക്ട്രോകെമിക്കൽ സെൽസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ടൈപ്സ്. പ്രധാനമായും ഇലക്ട്രോകെമിക്കൽ സെല്ലുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: പ്രൈമറി സെൽസ് ആൻഡ് സെക്കൻഡറി സെൽസ്. പ്രൈമറി സെൽസ് ആർ ഇലക്ട്രോകെമിക്കൽ സെൽസ് ദാറ്റ് കനോട്ട് ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ് അഗെയിൻ. റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ കഴിയാത്ത ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ നമ്മൾ പ്രൈമറി സെൽ എന്ന് വിളിക്കുന്നു. പ്രൈമറി സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രൈ സെൽ. എ സെക്കൻഡറി സെൽ ഈസ് എൻ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ദാറ്റ് ക്യാൻ ബി റീചാർജ് ആൻഡ് റീയൂസ്ഡ് അഗെയിൻ. പ്രത്യേക ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ നമ്മൾ സെക്കൻഡറി സെൽ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ പൊതുവെ രണ്ടായി ക്ലാസിഫൈ ചെയ്യിക്കുന്നു. ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ടൈപ്സ്. പ്രൈമറി സെല്ലിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്,
നമുക്ക് റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഡ്രൈ സെൽ. അതുപോലെ തന്നെ നമ്മൾ വാച്ചിൽ യൂസ് ചെയ്യുന്ന മെർക്കുറി ബട്ടൺ സെല്ലുകളും പ്രൈമറി സെല്ലുകളാണ്. ഇനി പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കിയാൽ പ്രൈമറി സെൽ ഹാവ് ഹൈ എനർജി ഡെൻസിറ്റി കൂടുതലായിരിക്കും. സെക്കൻഡറി സെൽസിന്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറച്ച് ലോ ആയിരിക്കും. ഇറ്റ് ഹാസ് ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ്. പ്രൈമറി സെൽസിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഹൈ ആണ്. സെക്കൻഡറി സെൽസ് ഹാവ് ലോ ഇന്റേണൽ റെസിസ്റ്റൻസ്. ലോ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും സെക്കൻഡറി സെൽസിലുള്ളത്. പ്രൈമറി സെൽസ് ആർ സ്മോളർ ആൻഡ് ലൈറ്റർ. പലപ്പോഴും പ്രൈമറി സെൽസിന് ഭാരം കുറവായിരിക്കും, ലൈറ്റർ ആയിരിക്കും. സെക്കൻഡറി സെൽസ് ആർ മോർ കോംപ്ലക്സ് ആൻഡ് ഹെവിയർ. വളരെ കോംപ്ലക്സ് ആയ ഒരു സംവിധാനം, അതുപോലെ ഭാരം കൂടുതലുമുള്ള സെല്ലുകളാണ് സെക്കൻഡറി സെൽസ്. സെക്കൻഡറി സെൽസിന്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. കാരണം പലപ്പോഴും റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ കഴിയുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെൽസ്. സെക്കൻഡറി സെൽസിന്റെ വില കൂടുതലാണ്. പ്രൈമറി സെൽസിന്റെ വില എന്ന് പറയുന്നത് ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പറാണ്. കാരണം വൺ ടൈം യൂസ് എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മൾ പലപ്പോഴും പ്രൈമറി സെല്ലുകൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ലൈഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നു, പുതിയൊരു സെല്ല് നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നു. അതാണ് പ്രൈമറി സെൽസിന്റെ പ്രാധാന്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രൈ സെൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെർക്കുറി ബട്ടൺ സെൽ എന്ന് പറയുന്നത് പ്രൈമറി സെല്ലാണ്. ഈ പ്രൈമറി സെൽസിന്റെ ഒരു പ്രാധാന്യം നോക്കുക. പ്രൈമറി സെൽസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ആർ ടേംഡ് ആസ് ഡ്രൈ സെൽ. പ്രൈമറി സെല്ലിനകത്ത് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നില്ല. അത്തരം സെല്ലുകളെ നമ്മൾ ഡ്രൈ സെൽ എന്ന് പറയുന്നു. They are not fluid in cells, hence it is called dry cell. ഇലക്ട്രോലൈറ്റ് രൂപത്തിൽ നമ്മൾ യാതൊരു ലിക്വിഡും പ്രൈമറി സെല്ലിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം സെല്ലുകളെ നമ്മൾ ഡ്രൈ സെൽ എന്ന് വിളിക്കും. ഇനി നമുക്ക് ഡ്രൈ സെല്ലിന്റെ ഒരു കൂടുതലായിട്ടുള്ള ഒരു ഡീറ്റെയിൽ നോക്കിയാൽ, ഡ്രൈ സെൽ ഈസ് എ കോമ്പാക്ട് ഫോം ഓഫ് ലെക്ലാൻഡ് സെൽ. ലെക്ലാൻഡ്സ് അല്ലെങ്കിൽ ലെക്ലാൻഷേ സെല്ലുകൾ എന്ന് പറയുന്ന രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത്. ഡ്രൈ സെൽ എന്ന് പറഞ്ഞ ഒരു ലെക്ലാൻഷേ സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ ഘടന നോക്കിയാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിങ്ക് കണ്ടെയ്നർ വിച്ച് ആക്ട്സ് ആസ് ആനോഡ്. അതൊരു കണ്ടെയ്നർ ഉണ്ട്, നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ഒരു കണ്ടെയ്നർ. അതിന്റെ കണ്ടെയ്നർ എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് കണ്ടെയ്നർ ആക്ട്സ് ആസ് ആനോഡ്. സിങ്ക് കണ്ടെയ്നർ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് കാർബൺ റോഡ് ആക്ട്സ് ആസ് കാഥോഡ്. കാർബൺ റോഡ്, ആ നടുക്കിരിക്കുന്ന കാർബൺ ദണ്ട് എന്ന് പറയുന്നത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ സിങ്ക് കണ്ടെയ്നർ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. കാഥോഡ് എന്ന് പറയുന്നത് ഒരു കാർബൺ റോഡാണ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ പൗഡേർഡ് മഗ്നീഷ്യം ഡയോക്സൈഡ് ഇലക്ട്രോലൈറ്റ്. അതിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ദ സ്പേസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ഈസ് ഫിൽഡ് ബൈ എ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിംഗിൾ ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡും സിംഗിൾ ക്ലോറൈഡും ഇലക്ട്രോഡുകളുടെ ഈ സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനിയും അവിടുത്തെ ഒരു പ്രാധാന്യം നോക്കാം. ഇത്തരം സെല്ലുകളെ നമ്മൾ പ്രൈമറി സെൽ എന്ന് വിളിക്കും. ഡ്രൈ സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി സെൽ. ഇറ്റ് കനോട്ട് ബി റീചാർജ് ആൻഡ് റീയൂസ്. എങ്കിൽ റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. കാഥോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രാഫൈറ്റ് റോഡ്. ഇനി ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ നോക്കാം. ആനോഡിൽ ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ സംഭവിക്കുന്നു, കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. അമോണിയ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ ഫോംസ് എ കോംപ്ലക്സ് വിത്ത് Zn2+ and thus corrode the cell. ഇവിടെ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അമോണിയ സിങ്കുമായി ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് ഈ ഒരു സെല്ലിനെ കൊറോഡ് ചെയ്യുന്നു. ദ സെൽ ഹാസ് എ പൊട്ടൻഷ്യൽ ഓഫ് 1.5 വോൾട്ട്. ഈ ഒരു ഡ്രൈ സെല്ലിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.5 വോൾട്ടേജ് ആണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്. സോ ഡ്രൈ സെൽ ഈസ് എ കോമ്പാക്ട് ഫോം ഓഫ് എ ലെക്ലാൻഡ് സെൽ. ലെക്ലാൻഡ് സെല്ലിന്റെ ഒരു ഫോം ആണ് ഡ്രൈ സെൽ എന്ന് പറയുന്നത്. ഡ്രൈ ആണ്, കാരണം ഇലക്ട്രോഡുകളൊന്നും ലിക്വിഡ് രൂപത്തിലല്ല, പൗഡേർഡ് ഫോമിലായിരിക്കും നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ഭാഗം പറഞ്ഞു, ഒരു സിങ്ക് കണ്ടെയ്നർ ആണ്, അത് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. കാഥോഡ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫൈറ്റ് റോഡാണ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ മഗ്നീഷ്യം ഡയോക്സൈഡ്.
മഗ്നീഷ്യം ഡയോക്സൈഡ് അതിനെ സറൗണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. ഇനി അടുത്തത് മെർക്കുറി സെൽ. മെർക്കുറി സെല്ലും ഒരു പ്രൈമറി സെല്ലാണ്. സോ മെർക്കുറി സെൽ ഈസ് എ ടൈപ്പ് ഓഫ് പ്രൈമറി സെൽ വിച്ച് ഈസ് നോൺ റീയൂസബിൾ ആൻഡ് നോൺ റീചാർജബിൾ. പലപ്പോഴും നമ്മുടെയൊക്കെ വാച്ചിൽ യൂസ് ചെയ്യുന്ന ബട്ടൺ സെൽ എന്ന് പറയുന്നത് മെർക്കുറി സെല്ലുകളാണ്. അത്തരം സെല്ലുകളെ നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി മെർക്കുറി സെൽ മെർക്കുറി കോമ്പൗണ്ട് ആക്ട് ആസ് കാഥോഡ്. മെർക്കുറി കോമ്പൗണ്ട് കാഥോഡ് ആക്ട് ചെയ്യുന്നു. കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. സോ ഇൻ എ മെർക്കുറി സെൽ മെർക്കുറി കോമ്പൗണ്ട് ആക്ട് ആസ് കാഥോഡ് where reduction reaction occurs and the zinc compound act as anode. മെർക്കുറി കോമ്പൗണ്ട് കാഥോഡ് അറ്റാക്ക് ചെയ്യുന്നു. സിങ്ക് കോമ്പൗണ്ട് ആനോഡ് അറ്റാക്ക് ചെയ്യുന്നു. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോലൈറ്റ് ദാറ്റ് അയണൈസസ് ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനിയും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കിയാൽ there are no ions formed in the reaction. ഈ ഒരു മെർക്കുറി സെല്ല് റിയാക്ഷനിൽ അയോൺസ് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നു. അതായത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു. സിൻസ് there is no charge in the concentration of cell potential. അതുകൊണ്ട് ഇത്തരം സെല്ലുകൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് നൽകും. കാരണം യാതൊരു അയോണുകളും ഈ ഒരു സെൽ റിയാക്ഷനിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യില്ല. There are no ions formed in the reaction. Therefore, the concentration of solution remains constant. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു. Since there is no change in the concentration, the cell potential will remain കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഇത്തരം മെർക്കുറി സെല്ലുകളുടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അതിന്റെ ലൈഫ് ടൈമിന്റെ അവസാനം വരെ നിൽക്കും. കാരണം യാതൊരു രൂപത്തിലും അയോൺസും ഫോം ചെയ്ത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. പലപ്പോഴും പൊതു പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്തുകൊണ്ട് ഒരു മെർക്കുറി സെല്ലിന്റെ വോൾട്ടേജ് ത്രൂ ഔട്ട് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു? കാരണം യാതൊരു അയോൺസും ഈ ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഫോം ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞു രണ്ട് ഇലക്ട്രോഡുകളാണുള്ളത്, ആനോഡും കാഥോഡും. മെർക്കുറി സെൽ കാഥോഡ് അറ്റാക്ക് ചെയ്യുന്നു. സിങ്ക് കോമ്പൗണ്ട് ആനോഡ് അറ്റാക്ക് ചെയ്യുന്നു. ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. യാതൊരു രൂപത്തിലുള്ള അയോണുകളും ഈ ഒരു റിയാക്ഷന്റെ ഫലമായി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആവുന്നു. അതുകൊണ്ട് മെർക്കുറി സെല്ലുകൾ പലപ്പോഴും കോൺസ്റ്റന്റ് ആയ ഒരു പവർ ത്രൂ ഔട്ട് ലൈഫിൽ തരുന്നു. ഇനി അടുത്തൊരു സെല്ലാണ് ലെഡ് സ്റ്റോറേജ് സെൽ എന്ന് പറയും. പലപ്പോഴും നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് സെല്ലുകളാണ്. ലെഡ് ആസിഡ് ബാറ്ററീസ് എന്നാണ് പൊതുവെ നമ്മൾ ഇത്തരം ബാറ്ററീസിനെ വിളിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററീസ് ആർ സെക്കൻഡറി സെൽസ്. സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയുന്ന വീണ്ടും റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ കഴിയുന്ന ബാറ്ററീസ് ആണ് ലെഡ് ആസിഡ് ബാറ്ററീസ്. The chemical reaction that occurs in a secondary cells are reversible. ഒരു സെക്കൻഡറി സെൽ ഒക്കർ ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. നമുക്ക് കറണ്ട് അപ്ലൈ ചെയ്ത് ഇത്തരം ബാറ്ററീസിനെ നമ്മൾ റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ കഴിയുന്നു. സെക്കൻഡറി സെൽസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ലെഡ് ആസിഡ് ബാറ്ററീസിനെ ഉൾപ്പെടുത്തുന്നത്. The reactant that generates an electric current in these batteries can be regenerated by passing electric current. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് വീണ്ടും ഇത്തരം സെല്ലുകളെ നമ്മൾ റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യുന്നു. The method of regenerating active materials is called charge. വീണ്ടും മെറ്റീരിയൽസിനെ റീജനറേറ്റ് ചെയ്ത് റീയൂസ് ചെയ്യുന്നു. ആ റീജനറേറ്റ് ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ ചാർജിങ് എന്ന് പറയുന്നു. The negative plate is made up of lead and positive plate lead dioxide. Sulfuric acid ഇത്തരം ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നു. The sulfuric acid exists in the lead discharge batteries, decomposes and to be replaced. ഇത്തരം ബാറ്ററീസിൽ നമ്മൾ
സൾഫൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. സൾഫൂരിക് ആസിഡ് പലപ്പോഴും ഇത്തരം ബാറ്ററീസിൽ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ലെഡ് ഒരു ഡീകമ്പോസ് ചെയ്യുന്നു. കാരണം സൾഫൂരിക് ആസിഡുമായിട്ട് ചേർന്ന് ലെഡ് ഡീകമ്പോസ് ചെയ്യുന്നു. ലെഡിന്റെ ഡീകമ്പോസിന്റെ ഫലമായി ഇലക്ട്രോൺസ് ഉണ്ടായാണ് ഇത്തരം ബാറ്ററീസ് എനർജി ജനറേറ്റ് ചെയ്യും. പലപ്പോഴും എഫിഷ്യൻസി കുറവായിട്ടും കൂടുതൽ മെയിൻ്റെനൻസും ആവശ്യമുള്ള ബാറ്ററീസ് ആണ് ലെഡ് ആസിഡ് ബാറ്ററീസ്. കാരണം പലപ്പോഴും സൾഫൂരിക് ആസിഡ് ലെഡിനെ ഡീകമ്പോസ് ചെയ്യുന്നു. ലെഡ് പ്ലേറ്റുകൾ പലപ്പോഴും റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഒരു ലോങ് ടേം ആയിട്ട് കൂടുതൽ വൈദ്യുതി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ് യൂസ് ചെയ്യും. അതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ലോങ്ങർ ലൈഫ് ടൈം. എന്നാൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം ബാറ്ററീസിൽ ഉപയോഗിക്കുന്ന സൾഫൂരിക് ആസിഡ് അതുപോലെ തന്നെ ലെഡ് പ്ലേറ്റുകളും റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തൊരു സെല്ലാണ് ഫ്യൂവൽ സെൽ. പേര് പോലെ തന്നെ ഫ്യൂവൽ സെല്ലുകൾ എന്ന് പറയുന്നത് ഒരു ഗാൽവാനിക് സെല്ലുകൾ എന്ന് പറയുന്ന സെല്ലിന്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്യൂവൽ സെൽസ് ആർ ഗാൽവാനിക് സെൽസ് വിച്ച് കൺവേർട്സ് എനർജി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ, മീഥേൻ, മെത്തനോൾ എക്സെട്ര. ഫ്യൂവൽസിന്റെ കമ്പസ്റ്റൻ മൂലം എനർജി ജനറേറ്റ് ചെയ്യുന്ന ഗാൽവാനിക് സെല്ലുകളെയാണ് നമ്മൾ ഫ്യൂവൽ സെൽസ് എന്ന് വിളിക്കുന്നത്. സോ ഫ്യൂവൽ സെൽസ് ആർ ഗാൽവാനിക് സെൽസ് വിച്ച് പ്രൊഡ്യൂസ് എനർജി ഡ്യൂ ടു ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്. ഫ്യൂവൽസിന്റെ കമ്പസ്റ്റൻ മൂലം എനർജി ജനറേറ്റ് ചെയ്യുന്ന ഗാൽവാനിക് സെല്ലുകളെയാണ് നമ്മൾ ഫ്യൂവൽ സെൽസ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഹൈഡ്രജൻ, ഓക്സിജൻ പോലെയുള്ള നമ്മൾക്ക് കേട്ടുകേൾവിയുള്ള ഫ്യൂവൽ സെൽസ് ഉണ്ട്. ഇത്തരം ഫ്യൂവൽ സെൽസ് പലപ്പോഴും കൂടുതൽ എനർജി എഫിഷ്യന്റ് ആണ്. കുറച്ച് മാത്രം എൻവയോൺമെന്റൽ പൊല്യൂഷൻ പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. എ ഫ്യൂവൽ സെൽ കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോഡ്സ്. 2 ഇലക്ട്രോഡുകളാണ് ഇതിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. ദ ഇലക്ട്രോഡ്സ് ആർ സാൻഡ്വിച്ച്ഡ് അറൌണ്ട് ആൻ ഇലക്ട്രോലൈറ്റ്. അങ്ങനെ 2 ഇലക്ട്രോഡുകൾ ഉൾപ്പെടുന്നു. ഓക്സിജൻ പാസസ് ഓവർ 1 ഇലക്ട്രോഡ് ആൻഡ് ഹൈഡ്രജൻ ഓവർ അതർ. ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഓക്സിജനും ഹൈഡ്രജനുമാണ് പ്രധാന ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ പാസസ് ഓവർ 1 ഇലക്ട്രോഡ് ആൻഡ് ഹൈഡ്രജൻ ഓവർ അതർ. ഒരു ഇലക്ട്രോഡിൽ ഓക്സിജൻ കടത്തിവിടുന്നു, മറ്റൊരു ഇലക്ട്രോഡിൽ നമ്മൾ ഹൈഡ്രജൻ കടത്തിവിടുന്നു. ഹൈഡ്രജൻ ഈസ് ഫെഡ് ഇൻ ടു ദ ആനോഡ്. ഹൈഡ്രജൻ ആനോഡിൽ കടത്തിവിടുന്നു. ഓക്സിജൻ എൻറ്റേഴ്സ് ദ ഫ്യൂവൽ സെൽസ് ത്രൂ ദ കാഥോഡ്. കാഥോഡിൽ നമ്മൾ ഓക്സിജൻ ഇഞ്ചക്ട് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ്രജൻ നമ്മൾ ആനോഡിൽ ഉപയോഗിക്കുന്നു, കാഥോഡിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് കോസസ് പൊല്യൂഷൻ. പൊല്യൂഷൻ കോസ് ചെയ്യുന്നില്ല. കാരണം ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ ജനറേറ്റ് ചെയ്യുന്നു. വാട്ടർ മാത്രമാണ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഫ്യൂവലിന്റെ ജ്വലനം മൂലം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഗാൽവാനിക് സെല്ലുകളെയാണ് നമ്മൾ ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. അതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽസ്. അതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ നോക്കുക, ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും പഠിച്ചു നോക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഒരു ഫ്യൂവൽ സെല്ലിന് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ ആനോഡും കാഥോഡും റിയാക്ഷൻ എഴുതാൻ പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ആനോഡ് റിയാക്ഷൻ നോക്കുക, 2H2 plus 4OH giving 4H2O plus 4 ഇലക്ട്രോൺ. കാഥോഡ് റിയാക്ഷൻ നോക്കുക, അവിടെ വാട്ടർ മാത്രമാണ് ജനറേറ്റ് ചെയ്യുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ട്. അതുകൊണ്ട് പൊല്യൂഷൻ വളരെ കുറവുള്ള ഒരു സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഇനി നമുക്ക് ചില പൊതുപരീക്ഷയുടെ ചോദ്യങ്ങൾ കൂടി നോക്കുക. 2 ചോദ്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡു ഗാൽവാനിക് സെൽസ് ഡിഫർ ഫ്രം ഇലക്ട്രോലൈറ്റിക് സെൽ? 2 മാർക്കിന്റെ ചോദ്യം. ഒരു ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. എ ഗാൽവാനിക് സെൽ കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഗാൽവാനിക് സെൽ. ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഇലക്ട്രോലൈറ്റിക് സെൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നാൽ അതിൽ ഗാൽവാനിക് സെൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും.
നമുക്കറിയാം ഒരു ഗാൽവാനിക് സെല്ലിനകത്ത് റിഡോക്സ് റിയാക്ഷൻ ജനറേറ്റ് ചെയ്യുന്നു. റിഡോക്സ് റിയാക്ഷന്റെ ഫലമായി ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. The redox reaction is not spontaneous and electrical energy has to be supplied into an electrolytic cell. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് അല്ല. കാരണം ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജി ഡിവൈസ് അവിടെ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ. അതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് സെൽ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ടാണ് ഒരു ഇലക്ട്രോലൈറ്റിക് സെൽ കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ ഗാൽവാനിക് സെൽ ചെയ്യുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ എ ഗാൽവാനിക് സെൽ കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ സ്പോണ്ടേനിയസ് അല്ല. എന്നാൽ ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നത് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. കാരണം യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫ്യൂവൽ സെൽസ് ആർ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഗാൽവാനിക് സെൽ. വാട്ട് ആർ ഗാൽവാനിക് സെൽ? റൈറ്റ് ടു അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ. റൈറ്റ് ദ ഇലക്ട്രോഡ് റിയാക്ഷൻ ഇൻ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഒരു ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. എ ഗാൽവാനിക് സെൽ കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഗാൽവാനിക് സെൽ. ഇനി ഫ്യൂവൽ സെൽസിന്റെ രണ്ട് അഡ്വാൻറ്റേജ് നോക്കുക. പൊല്യൂഷൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ റിയാക്ടൻസ് ആർ കണ്ടിന്യൂസ്ലി സപ്ലൈഡ്. റിയാക്ടൻസ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നു, പൊല്യൂഷൻ കോസ് ചെയ്യുന്നില്ല. അതാണ് ഫ്യൂവൽ സെൽസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാർട്ട് നോക്കുക, ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടു. ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ആയി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.